ഹലോ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്കിന്നൊരു കയ്പില്ലാത്ത കയ്പക്ക തോരൻ ഉണ്ടാക്കിയാലോ. കയ്പക്ക എന്ന് വെച്ചാൽ എന്താന്നല്ലേ? പാവക്കയാണേ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് എന്ന് ഒന്ന് കമന്റ് ചെയ്യാവോ. ഇതിനാവശ്യമായത് ഒരു കയ്പക്ക, ഒരു സവോള ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക്, അല്പം കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണേ. അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിടുക. കടുക് നന്നായി പൊട്ടിയതിനു ശേഷം മാത്രമേ അടുത്ത ചേരുവ ചേർക്കാവൂ. അടുത്തതായി നമ്മൾ അരിഞ്ഞു വെച്ച സവോളയാണ് ചേർക്കുന്നത്. സവോള ചേർത്തതിന് ശേഷം നന്നായി സവോള ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റണം. അത്യാവശ്യം ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ കീറി വെച്ച മുളക് അതിലേക്ക് ചേർക്കുക. അതിനുശേഷം കറിവേപ്പില ചേർക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പാകത്തിന് എരിവിന് മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. മുളക് പൊടി ചേർത്തതിന് ശേഷം ഒരുപാട് നേരം വഴറ്റരുത്. അല്പസമയം വഴറ്റിയതിന് ശേഷം നമുക്ക് മുന്നേ അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. പാവക്ക മുഴുവനായും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ചേർത്ത മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും മിശ്രിതം പാവക്കയിൽ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. ഏതാണ്ട് പാവയ്ക്ക തോരൻ പരുവമായിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അല്പസമയം അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം. എന്നിട്ട് ചോറിൻ്റെ കൂടെ ഉച്ചയ്ക്ക് ഇത് മാത്രം കൂട്ടി ഉണ്ടാൽ മതി. അപ്പം ബൈ.